ഉരുൾപൊട്ടിയ കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്തെ പുനരധിവാസത്തെ കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ്. നിലവിലെ കണക്കനുസരിച്ച് 137 വീടുകൾക്ക് പുറമെ 350 ഹെക്ടർ കൃഷിയിടങ്ങളും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ കെട്ടിടങ്ങളുടെ ആവാസ യോഗ്യത പരിശോധനകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന അദാലത്തിൽ 100-ലധികം രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പുനഃസൃഷ്ടിച്ചു നൽകിയിരുന്നു. കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിന് ബൃഹത് പദ്ധതികൾ തന്നെ വേണ്ടിവരും. പുനരധിവാസത്തിനും ഉപജീവനത്തിനും ഉൾപ്പെടെ ഏതാണ്ട് 300 കോടിയോളം രൂപയെങ്കിലും ആവശ്യമായി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ. ഓരോ ദിവസവും കഴിയുന്തോറും നഷ്ടങ്ങളുടെ കണക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. KCBക്കും മേഖലയിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിലും വൻ നാശനഷ്ടം സംഭവിച്ചു. വിലങ്ങാടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ഉരുൾപൊട്ടൽ ബാധിച്ച കെട്ടിടങ്ങളുടെ ദ്രുതഗതിയിലുള്ള ആവാസ യോഗ്യതാ പരിശോധനയ്ക്കായി 4 പ്രത്യേക സംഘങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ ഓരോ വീടും മറ്റ് കെട്ടിടങ്ങളും സംഘം പരിശോധിക്കും. തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ അസസ്മെന്റ് നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രത്യേക അദാലത്ത് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ആശ്വാസമായിട്ടുണ്ട്. റേഷൻ കാർഡുകളും വോട്ടർ ഐഡികളും ജനന മരണ സർട്ടിഫിക്കറ്റുകളും അടക്കം ഏതാണ്ട് 102 രേഖകൾ അദാലത്തിൽ പുനഃസൃഷ്ടിച്ചു നൽകി. ബാക്കി അപേക്ഷകൾ വരും ദിവസങ്ങളിൽ പരിഗണിക്കും. ജനം, കോഴിക്കോട്.